ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു ആംഗ്ലർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിഷിംഗ് റോഡുകളെ കുറിച്ചാണ്. അപ്പോൾ 5000 രൂപയുടെ താഴെ പർച്ചേസ് ചെയ്യാവുന്ന കുറച്ച് നല്ല ഫിഷിംഗ് റോഡുകൾ സജസ്റ്റ് ചെയ്യണമെന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഫിഷിംഗ് റോഡുകൾ നമുക്ക് നന്നായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളും അതുപോലെ തന്നെ ഫിഷിംഗ് റോഡിൻ്റെ കുറച്ച് ടൈപ്പുകളും കാര്യങ്ങളും എല്ലാം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഫിഷിംഗ് റോഡുകൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഫിഷിംഗ് റോഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു ഫിഷിംഗ് റോഡ് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫിഷിംഗ് റോഡുകളുടെ ടൈപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈപ്പ് അവൈലബിൾ ആണ്. അതായത് സ്പിന്നിങ്, ബൈറ്റ് കാസ്റ്റിങ്, ട്രോളിങ്, അതുപോലെ തന്നെ പോപ്പിങ്, ജിഗ്ഗിങ്, അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫിഷിംഗ് റോഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ഫിഷിംഗ് റോഡ് എന്ന് പറയുന്നത് സ്പിന്നിങ് ടൈപ്പ് ഫിഷിംഗ് റോഡുകളാണ്. സ്പിന്നിങ് റോഡുകൾ എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കൊരു ബഡ്ജറ്റ് ലെവലിൽ നിന്നുകൊണ്ട് വാങ്ങാവുന്ന സ്പിന്നിങ് റോഡുകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മളൊരു ഫിഷിംഗ് റോഡിന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഫിഷിംഗ് റോഡിൻ്റെ ലെങ്ത്ത്, അതുപോലെ തന്നെ വെയിറ്റ്, അതുപോലെ തന്നെ ഫിഷിംഗ് റോഡിൻ്റെ ഡെഡ് ലിഫ്റ്റ്. പിന്നീട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫിഷിംഗ് റോഡിൻ്റെ കാസ്റ്റിംഗ് കപ്പാസിറ്റി. ഈ ഒരു 4 പാരാമീറ്റേഴ്സാണ് നമ്മൾ മെയിനായിട്ട് ഒരു ഫിഷിംഗ് റോഡ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയും ഒരുപാട് പാരാമീറ്റേഴ്സ് ഫിഷിംഗ് റോഡ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു സാധാരണ ഒരു ആംഗ്ലർ ഒരു ഫിഷിംഗ് റോഡ് ചൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ മുകളിൽ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങൾ. ഫിഷിംഗ് റോഡിൻ്റെ ലെങ്ത്ത്, അതുപോലെ തന്നെ ഫിഷിംഗ് റോഡിൻ്റെ വെയിറ്റ്, ഈ 2 കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഫിഷിംഗ് റോഡിൻ്റെ ഡെഡ് ലിഫ്റ്റ്, അതുപോലെ തന്നെ ഫിഷിംഗ് റോഡിൻ്റെ കാസ്റ്റിംഗ് കപ്പാസിറ്റി, ഈ ഒരു 2 കാര്യങ്ങൾ എന്താണെന്ന് പറയുമ്പോൾ നമുക്കൊരു ഫിഷിംഗ് റോഡ് യൂസ് ചെയ്തിട്ട് കാസ്റ്റ് ചെയ്യാവുന്ന ലൂറിൻ്റെ മാക്സിമം വെയിറ്റ്, ഇതിനെയാണ് നമുക്ക് ഫിഷിംഗ് റോഡിൻ്റെ കാസ്റ്റിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഫിഷിംഗ് റോഡിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് എന്നൊക്കെ പറയും. പിന്നീട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷിംഗ് റോഡിൻ്റെ ഡെഡ് ലിഫ്റ്റ്. എല്ലാ ഫിഷിംഗ് റോഡിനും ഒരു ഡെഡ് ലിഫ്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് സാധാരണ ഒരു ബിലോ 5,000 റുപ്പീസിൽ അവൈലബിൾ ആയിട്ടുള്ള റോഡുകൾക്കൊക്കെ ഏകദേശം ഒരു 15 kg ആയിരിക്കും ഒരു ഡെഡ് ലിഫ്റ്റ് അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഒരിക്കലും 15 കിലോ ഉള്ള ഒരു മീനിനെ അതിൽ പൊക്കിയെടുക്കാമെന്ന് വിചാരിച്ച് ഒരിക്കലും ഫിഷിംഗ് റോഡ് മേടിക്കരുത്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ഫിഷിംഗ് റോഡുകൾ പരിചയപ്പെടാം. ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സിറോക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സിവാക്ക് എന്ന് പറയുന്ന ഒരു പുതിയ മോഡലാണ് ഞാൻ ഇന്ന് ആദ്യമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ലൈറ്റ് വെയ്റ്റ് റോഡാണ്. ഏകദേശം 160 ഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. പിന്നീട് ഇത് ഉപയോഗിച്ച ആംഗ്ലേഴ്സൊക്കെ അത്യാവശ്യം മോശമില്ലാത്ത അഭിപ്രായം തന്നെയാണ് ഈ ഒരു റോഡിനെ പറ്റി പറയുന്നത്. ഇതിൻ്റെ ഒരു ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു 15 kg ആണ് അവർ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 10 to 14 grams വരെയുള്ള ലൂറുകളാണ് ഇതിൽ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റോഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 9 ഫീറ്റിന് ഏകദേശം 2000 രൂപയാണ് ഈ ഒരു റോഡിന് പ്രൈസ് വരുന്നത്. ഈ ഒരു റോഡിൻ്റെ തന്നെ 8 ഫീറ്റ്, 9 ഫീറ്റ്, 10 ഫീറ്റ് എല്ലാം അവൈലബിൾ ആണ്. അടുത്ത ഒരു റോഡെന്ന് പറയുന്നത് നമ്മുടെ അബുഗർസിയ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ ടൂർണമെൻ്റ് എന്ന് പറയുന്ന ഒരു റോഡാണ്. ഇത് ഒട്ടുമിക്ക ആംഗ്ലേഴ്സ് എല്ലാവരും പരിചയമുള്ളൊരു റോഡ് തന്നെയാണ് അബുഗർസിയയുടെ ഈ ടൂർണമെൻ്റ് എന്ന് പറയുന്ന റോഡ്. ഇതിന് അത്യാവശ്യം കാസ്റ്റിംഗ് കപ്പാസിറ്റി എല്ലാം അവരുടെ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റോഡിൻ്റെ അപ്രോക്സിമേറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 8 ഫീറ്റ് ടു 10 ഫീറ്റിന് ഏകദേശം ഒരു 200-250 ഗ്രാം ഒക്കെയാണ് ഈ റോഡുകളുടെ ഏകദേശം വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ലൂർ കാസ്റ്റിംഗ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റോഡാണ് അബുഗർസിയയുടെ ഈ ഒരു ടൂർണമെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു റോഡ്. ഈ ഒരു റോഡിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 9 ഫീറ്റ് റോഡിന് 3400-3500 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് പല ഷോപ്പുകളിലും ഈ ഒരു റോഡ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആംഗ്ലേഴ്സിനും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റോഡാണ് അബുഗർസിയയുടെ ഈ ടൂർണമെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു റോഡ്. അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് പെൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മാക്കോ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ ഏകദേശം വെയിറ്റ് വരുന്നത് 245 ഗ്രാമാണ് 8 ഫീറ്റ് റോഡിന് ഒരു വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ റോഡിൽ അത്യാവശ്യം നമുക്ക് കാസ്റ്റിംഗ് വെയിറ്റും കാര്യങ്ങളൊക്കെ അവർ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 245 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂർ കാസ്റ്റിങ്ങും ഒക്കെ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു റോഡിൻ്റെ പ്രൈസ് വരുന്നത്
8 ഫീറ്റ് റോഡിന് ഏകദേശം 2400 രൂപയാണ് ഈ ഒരു റോഡിന് പ്രൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനൊക്കെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്യാവുന്ന നല്ലൊരു റോഡ് തന്നെയാണ് പെൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മാക്കോ എന്ന് പറയുന്ന ഈ ഒരു റോഡ്. അടുത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു റോഡാണ് പെൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ ഡെറ്റനേറ്റർ എന്ന് പറയുന്ന ഒരു റോഡാണ് നമ്മൾ അടുത്തതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ലിസ്റ്റിലുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റോഡാണിത്. ഏകദേശം 5200 രൂപയാണ് നമ്മൾ കൺസിഡർ ചെയ്ത ഈ ഒരു റോഡിൻ്റെ പ്രൈസ്. 9 ഫീറ്റിനാണ് ഈ ഒരു പ്രൈസ്. ഇതിൻ്റെ തന്നെ 8 ഫീറ്റിനൊക്കെ ഇതിനേക്കാളും കുറവ് പ്രൈസാണ് വരുന്നത്. ഈ ഒരു റോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന് അത്യാവശ്യം കാസ്റ്റിംഗ് വെയിറ്റും കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു റോഡിൻ്റെ ഏകദേശം വെയിറ്റ് വരുന്നത്, നമ്മുടെ കയ്യിലുള്ളത് 9 ഫീറ്റ് റോഡാണ്. ഈ 9 ഫീറ്റ് റോഡിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 285 ഗ്രാമാണ് ഈ ഒരു റോഡിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ 285 ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂർ കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്ന തരത്തിലുള്ള റോഡ് തന്നെയാണ് പെന്നിൻ്റെ ഡിറ്റർനേറ്റർ എന്ന് പറയുന്ന ഈ ഒരു റോഡ്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ള റോഡാണ് മിച്ചൽ ഫ്ലൂയിഡ്. മിച്ചൽ ഫ്ലൂയിഡ് അത്യാവശ്യം കേരളത്തിലെ എല്ലാ ആംഗ്ലേഴ്സും യൂസ് ചെയ്യുന്ന ഒരു റോഡാണ്. മിച്ചൽ ഫ്ലൂയിഡിൻ്റെ 10 ഫീറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. 10 ഫീറ്റിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 210 ഗ്രാം മാത്രമേ ഈ ഒരു റോഡിന് വെയിറ്റ് വരുന്നതുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു റോഡാണിത്. നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണ് മിച്ചൽ ഫ്ലൂയിഡ് എന്നുള്ളത്. അപ്പോൾ മിച്ചൽ ഫ്ലൂയിഡിൻ്റെ ഏകദേശം കാസ്റ്റിംഗ് കപ്പാസിറ്റി നല്ല രീതിയിൽ തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ലൂറുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിച്ചൽ ഫ്ലൂയിഡിൽ കഴിയുന്നുണ്ട്. ഈ ഒരു റോഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 9 ഫീറ്റിന് ഏകദേശം 3300 രൂപയാണ് പ്രൈസ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു 10 ഫീറ്റ് റോഡിന് പ്രൈസ് വരുന്നത് ഏകദേശം 3700 രൂപയാണ്. വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിങ്ങിലാണ് കമ്പനി മിച്ചൽ ഫ്ലൂയിഡ് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് റോഡുകളാണ് ഷേക്സ്പിയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആൽഫ, അതുപോലെ തന്നെ ഷേക്സ്പിയറിൻ്റെ തന്നെ ബീറ്റ എന്നീ രണ്ട് റോഡുകളാണ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ റോഡുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡുകൾക്ക് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഷേക്സ്പിയറിന് ആൽഫ എന്ന് പറയുന്ന മോഡലിനാണെങ്കിൽ ഏകദേശം 385 ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷേക്സ്പിയറിൻ്റെ ബീറ്റ എന്ന് പറയുന്ന മോഡലിന് 445 ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട്. സോ കുറച്ച് വെയിറ്റ് കൂടുതലുള്ള റോഡുകളാണ് ഈ ഷേക്സ്പിയറിൻ്റെ ആൽഫ, അതുപോലെ തന്നെ ബീറ്റ എന്ന് പറയുന്ന രണ്ട് റോഡുകൾ. ലൂർ കാസ്റ്റിങ്ങിനേക്കാളും കൂടുതൽ ബൈറ്റ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന രണ്ട് റോഡുകളാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് ഏകദേശം ഷേക്സ്പിയറിൻ്റെ ആൽഫ എന്ന് പറയുന്ന മോഡലിന് പ്രൈസ് വരുന്നത് ഏകദേശം 2050 രൂപയാണ് 9 ഫീറ്റിന് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഷേക്സ്പിയറിൻ്റെ ബീറ്റ എന്ന് പറയുന്ന മോഡലിന് 9 ഫീറ്റിന് ഏകദേശം 2200 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ള ഒരു അടിപൊളി റോഡാണ് പെൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ സ്ക്വാഡ്രോൺ എന്ന് പറയുന്ന ഒരു റോഡ്. ഇതും അത്യാവശ്യം ബിഗിനേഴ്സ് ആണെങ്കിലും കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു റോഡാണ് പെന്നിൻ്റെ സ്ക്വാഡ്രോൺ എന്ന് പറയുന്ന ഈ ഒരു റോഡ്. ഈ റോഡിൻ്റെ ഏകദേശം വെയിറ്റ് 8 ഫീറ്റിന് ഒരു 235 ഗ്രാമാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ ലൂർ കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഈ ഒരു റോഡിൻ്റെ പ്രൈസ് ഏകദേശം വരുന്നത് ഒരു 8 ഫീറ്റ് റോഡിനാണെങ്കിൽ ഏകദേശം 2400 രൂപയാണ് 8 ഫീറ്റ് റോഡിന് പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ള മറ്റൊരു റോഡാണ് ഷേക്സ്പിയർ എന്ന് പറയുന്ന ബ്രാൻഡിന് തന്നെ അഗ്ലി സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു തകർപ്പൻ റോഡ് തന്നെയാണ് ഇത്. ഇതും അത്യാവശ്യം വെയിറ്റ് കുറവുള്ള ഒരു റോഡ് തന്നെയാണ്. ഏകദേശം ഒരു 250 ഗ്രാമാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ 9 ഫീറ്റ് റോഡിന് ഏകദേശം പ്രൈസ് വരുന്നത് 3900 രൂപയാണ് ഈ ഒരു റോഡിൻ്റെ 9 ഫീറ്റിന് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ റോഡിലൊക്കെ 8 ഫീറ്റിന് 9 ഫീറ്റിന് 10 ഫീറ്റിനും ഒക്കെ ഡിഫറെൻറ്റ് പ്രൈസ് തന്നെയായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു റോഡാണ് സിറോക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ സെറ്റ് പവർ എന്ന് പറയുന്ന ഒരു മോഡൽ. സെറ്റ് പവർ അത്യാവശ്യം കാസ്റ്റിംഗ് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റോഡ് തന്നെയാണ്. പിന്നീട് ഇതിൻ്റെ ഒരു 9 ഫീറ്റ് റോഡാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. 9 ഫീറ്റിന് ഏകദേശം പ്രൈസ് വരുന്നത് 2700 രൂപയാണ് 9 ഫീറ്റ് റോഡിന് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂർ കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റോഡ് തന്നെയാണ് സിറോക്കിൻ്റെ സെറ്റ് പവർ എന്ന് പറയുന്നത്.
ഇതിൽ നമ്മൾ കാണിക്കാത്ത 2 റോഡുകളും കൂടെ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ ആ റോഡുകൾ നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്തത്. ആ റോഡുകൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷേക്സ്പിയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ വൈൽഡ് കാറ്റ് എന്ന് പറയുന്ന ഒരു തകർപ്പൻ റോഡാണ് അടുത്തതായിട്ട് എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നത്. പക്ഷേ അത് സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. അതുപോലെ തന്നെ പൈനിയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫയർ എന്ന് പറയുന്ന ഒരു റോഡും കൂടെ എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. ഈ 2 റോഡുകളും ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ചൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ല 2 ഓപ്ഷൻസ് ആണ് ഈ 2 റോഡുകളും. ഏകദേശം ഒരു 1800 രൂപയിൽ താഴെ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ആ 2 റോഡുകൾക്കും. ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്ന 2 റോഡുകളാണ് പൈനിയറിൻ്റെ ഫയർ, അതുപോലെ തന്നെ ഷേക്സ്പിയറിൻ്റെ വൈൽഡ് കാറ്റ്. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ റോഡുകളും ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച കുറച്ച് ഓപ്ഷൻസാണ്. ഇനിയും ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഒരു ഫിഷിംഗ് റോഡ് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഒരു ഫിഷിംഗ് റോഡ് ഒരു സാൾട്ട് വാട്ടർ റോഡാണെങ്കിലും ഫ്രഷ് വാട്ടർ റോഡാണെങ്കിലും നമ്മൾ ഉപയോഗത്തിന് ശേഷം നന്നായിട്ട് ഒരു ഫ്രഷ് വാട്ടറിൽ അത് കഴുകി അല്ലെങ്കിൽ തുടച്ച് എടുത്ത് വെക്കേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഫിഷിംഗ് റോഡ് തുടച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗൈഡുകൾ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് 90% ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫിഷിംഗ് റോഡുകൾ ഉപയോഗത്തിന് ശേഷം തുടച്ച് വെക്കുക. അതുപോലെ തന്നെ ഫിഷിംഗ് റോഡ് യൂസ് ചെയ്യുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനുകളെ ഒരിക്കലും നമ്മൾ ഫിഷിംഗ് റോഡിൽ ലിഫ്റ്റ് ചെയ്യരുത്. മീനുകളെ ഗഫ് ഉപയോഗിച്ചിട്ടോ അതുപോലെ തന്നെ നെറ്റ് ഉപയോഗിച്ചിട്ടോ കോരിയെടുക്കുക അല്ലാണ്ട് ഫിഷിനെ ഒരിക്കലും നമ്മൾ ഫിഷിംഗ് റോഡിൽ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ഒരുപാട് ഫിഷിംഗ് റോഡുകൾ ഒടിയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മൾ മീനിനെ റോഡിൽ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒടിഞ്ഞു പോവുക എന്നുള്ളത്. പിന്നീട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷിംഗ് റോഡുകളിൽ മാക്സിമം ക്രാക്കുകൾ വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ പ്രത്യേകിച്ച് സ്നേക്ക് ഹെഡ് ഫിഷിങ്ങിന് പോകുന്ന സമയത്തൊക്കെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം മരത്തിൻ്റെ ചില്ലകളിലോ മറ്റോ തട്ടിയിട്ട് ഈ ഒരു റോഡിന് ക്രാക്കുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള ക്രാക്കുകളായിരിക്കും റോഡിൽ വരുന്നത്. പിന്നീട് ഒരു സമയത്ത് നമ്മൾ അതിൽ മീൻ പിടിക്കുന്ന സമയത്ത് ആ ഒരു ക്രാക്കിൻ്റെ മേലെ ബലം വരികയും ആ റോഡ് ഒടിഞ്ഞു പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ഫിഷിംഗ് റോഡ് ഉപയോഗിക്കുന്ന സമയത്ത്. നമുക്ക് ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ റോഡുകളൊക്കെ തന്നിട്ടുള്ളത് നമ്മുടെ ബേപ്പൂരിലെ അമൽ നൈലോൺസ് എന്ന് പറയുന്ന ഷോപ്പിലെ ജിമിൻ ചേട്ടനാണ്. അപ്പോൾ ഈ ഒരു റോഡുകൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്തതായിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതായിരിക്കും.